ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ശർക്കര എടുത്ത് മെൽറ്റാക്കിയിട്ട് അത് അരിച്ചെടുക്കുവാണ്. അതിനകത്ത് കരടോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇത് നൂൽപ്പരുവാകുന്നവരെ ഇത് ഇളക്കി പാനിയാക്കി എടുക്കണം. പാനി നൂൽപ്പരുവ് ആവാറായിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് ഏലക്ക പൊടിച്ചതും ജീരകപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർക്കുകയാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇത് നൂൽപ്പരുവ് ആവുന്നവരെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നൂൽപ്പരുവ് ആകുമ്പോൾ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അവലോസ് പൊടി വറുത്തത് ഇതിനകത്ത് കൂട്ടി ഇളക്കണം. പാനി നൂൽപ്പരുവായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് അവലോസ് പൊടി ചേർക്കുകയാണ്. നല്ലതുപോലെ കുഴച്ച് കൂട്ടിയെടുത്തു. അതിനുശേഷം ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോളായിട്ട് ബോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതുപോലെ ബോളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം.